بسم الله الرحمن الرحيم. يوم نقول لجهنم هل امتلأت وتقول يوم نقول لجهنم هل امتلأت وتقول هل من مزيد وأزلفت الجنة للمتقين غير بعيد هذا ما توعدون لكل أواب حفيظ من خشي الرحمن بالغيب وجاء بقلب منيب ادخلوها بسلام ذلك يوم الخلود لهم ما يشاءون فيها ولدينا مزيد. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1821 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 50-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഖാഫിലെ 30 മുതൽ 35 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يوم نقول لجهنم هل امتلأت وتقول هل من مزيد وأزلفت الجنة للمتقين غير بعيد هذا ما توعدون لكل أواب حفيظ من خشي الرحمن بالغيب وجاء بقلب منيب ادخلوها بسلام ذلك يوم الخلود لهم ما يشاءون فيها ولدينا مزيد صدق الله العلي العظيم. സൂറത്ത് ഖാഫിലെ 30 മുതൽ 35 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ പ്രവാചകൻ ദൈവനിയുക്തനായ പ്രവാചകനാണ് എന്ന നിലക്ക് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് മക്കയിലെ ആളുകളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തെ അംഗീകരിക്കാനും അദ്ദേഹം അവരോട് താക്കീതായി പറയുകയുണ്ടായ പാരത്രിക ജീവിതം എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനുമൊന്നും അവിടെ ഉണ്ടായിരുന്ന ബഹുഭൂരിപക്ഷം ആളുകളും സന്നദ്ധരാവുകയുണ്ടായില്ല. ആ തുടക്കഘട്ടത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിനെ തുടർന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രവാചകത്വ സംബന്ധമായതും അദ്ദേഹം മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ അദ്ദേഹം അവരോട് വിശദമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാരത്രിക ജീവിതം എന്ന ആശയത്തെക്കുറിച്ചും അത് അവരെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ്
സൂറത്ത് ഖാഫിലെ പിന്നിട്ട ആയത്തുകളിൽ നമ്മൾ കാണുകയുണ്ടായത്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകളിൽ ഓരോരുത്തരും അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽപ്പിനെ തുടർന്ന് അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന ഒരു കാര്യമാണ് വിശദമായി പ്രതിപാദിക്കുന്നത് നമ്മൾ കാണുകയുണ്ടായത്. ഒരു സായിഖും ഒരു ഷഹീദും, അങ്ങനെ രണ്ട് മലക്കുകളാണ് അവനെ സ്വീകരിച്ച് ആനയിക്കുന്നത് അള്ളാഹുവിന്റെ അടുക്കലേക്ക്. അവനെ പുറകിൽ നിന്ന് തെളിച്ച് അല്ലെങ്കിൽ മുന്നിൽ നിന്ന് തെളിച്ച് കൊണ്ടുപോകുന്ന ഒരു സായിഖ്, അവന്റെ കാര്യത്തിൽ അവന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രേഖപ്പെടുത്തപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അതിന്റെ രേഖകളുമായിട്ട് അവനെയും കൊണ്ട് അള്ളാഹുവിന്റെ മുന്നിലേക്ക് എത്തുന്ന മറ്റൊരു മലക്ക് ഷഹീദും. ഈ രണ്ട് മലക്കുകളുടെ സാന്നിധ്യത്തെ കുറിച്ച് തൊട്ടു മുകളിലെ ആയത്തുകളിൽ ഇത് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനി ശിമാലി ഖഈദ് എന്ന പരാമർശം നമ്മൾ കാണുകയുണ്ടായി. അവന്റെ ഇടതും വലതുമായി ഇരിപ്പുറപ്പിച്ചിട്ടുള്ള രണ്ട് മലക്കുകൾ അവന്റെ പ്രവർത്തനം, സംസാരം, നിലപാട് തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും ഏറ്റുവാങ്ങി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ മലക്കുകളുടെ കാര്യം നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതാണ്. ഈ രണ്ട് മലക്കുകളാണ് ഉയർത്തെഴുന്നേൽപ്പ് ഘട്ടത്തില് ഓരോരുത്തരെയും അവര് കുഴിമാടങ്ങളിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്ന നേരം അവരെ ഏറ്റുവാങ്ങി അള്ളാഹുവിന്റെ അടുക്കലേക്ക് നയിക്കുന്നത്. അവരോട് പറയപ്പെടുന്നത്, നിങ്ങൾ വളരെ അശ്രദ്ധയിൽ തന്നെയായിരുന്നു ഇതുവരെ. ഇങ്ങനെ ഒരു നാളിനെ കുറിച്ച് താക്കീത് നൽകപ്പെട്ടപ്പോ അതിനെക്കുറിച്ച് ആലോചിക്കാൻ നിങ്ങൾ സന്നദ്ധരാവുകയുണ്ടായിട്ടില്ല. ഈ ഒരു ഓർമ്മപ്പെടുത്തല് നടത്തിക്കൊണ്ട് അവരെ ഈ മലക്കുകൾ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ഹാജരാക്കുന്ന കാര്യം നമ്മൾ കാണുകയുണ്ടായി. അപ്പോ ഒന്നുകിൽ ഈ സായിഖ് എന്ന വിധത്തിൽ പരാമർശിക്കപ്പെടുന്ന മലക്ക്, അല്ലെങ്കിൽ ഷഹീദ് എന്ന വിധത്തിൽ പരാമർശിക്കപ്പെടുന്ന മലക്ക് അള്ളാഹുവിന്റെ അടുക്കല് അവനെ ഹാജരാക്കിക്കൊണ്ട് പറയുന്നത് ഹാദാ മാ ലദയ്യ അതീദ് എന്നാണ്. എന്റെ ഉത്തരവാദിത്തത്തിൽ ഉണ്ടായിരുന്ന ആളെ ഇതാ ഞാൻ ഒരുക്കി തയ്യാറാക്കി ഇവിടെ എത്തിച്ചിരിക്കുന്നു എന്നാണ് ആ മലക്ക് പറയുന്നത്. കുറ്റവാളിയായ, നിഷേധിയായ, അക്രമിയായ ആ മനുഷ്യനെ നരകത്തിലേക്ക് എറിഞ്ഞു കളയാനാണ് അള്ളാഹു ആ രണ്ട് മലക്കുകളോടുമായിട്ട് ആ സമയത്ത് നിർദ്ദേശിക്കുന്നത്. അൽഖിയാ ഫീ ജഹന്നമ കുല്ല കഫാരിൻ അനീദ്. ധിക്കാരിയായ, നിഷേധിയായ, വഴങ്ങാൻ കൂട്ടാക്കാതിരുന്ന ആ മുഴുവൻ അത്തരം ആളുകളെ മുഴുവനും നരകത്തിലേക്ക് എറിഞ്ഞു കളയും എന്നാണ് അവിടെ സായിഖ്, ഷഹീദ് എന്നീ മലക്കുകളോടായിട്ട് അള്ളാഹു പറയുന്നത്. എന്നിട്ട് അവര് നരകത്തിലെത്താൻ കാരണമായ അവരുടെ സ്വഭാവം, പെരുമാറ്റം, നിലപാട് തുടങ്ങിയ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നത് വളരെ പരിമിതമായ വാക്കുകളിലായിട്ട് അള്ളാഹുവിടെ സൂചിപ്പിക്കുകയാണ്. കഫാർ, അനീദ് എന്നത് ആ കാര്യം സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. അതുപോലെ മന്നാഇൻ ലിൽ ഖൈർ, മന്നാഇൻ ലിൽ ഖൈർ, മുഅ്തദ്, മുരീബ്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പൊ ഈ കാര്യങ്ങളാണ് വിശദമായിട്ട് ഇവിടെ പ്രതിപാദിക്കുന്നത്. ആ ഘട്ടത്തില് അവരുടെ ഖരീനായിരുന്ന, കൂട്ടുകാരനായിരുന്ന പിശാച് അള്ളാഹുവിനോട് പറയുന്നത് റബ്ബനാ മാ അത്ഗൈതു, അള്ളാഹുവെ ഞാൻ ഇവനെ വഴിപിഴപ്പിച്ചതല്ല, വലാകിൻ കാന ഫീ ളലാലിൻ ബഈദ്, എന്റെ ഇടപെടലൊന്നും ഇല്ലാതെ തന്നെ ഇവൻ വളരെ വിദൂരസ്ഥമായ വിധത്തിൽ പിഴച്ചു പോയിട്ടുണ്ടായിരുന്നു. അള്ളാഹു അതിനോട് പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞത് ലാ തഖ്തസിമൂ ലദയ്യ, നിങ്ങൾ എന്റെ അടുക്കൽ ഇപ്പോ ഈ വിഷയത്തിൽ തർക്കത്തിൽ ഏർപ്പെടേണ്ടതില്ല. വഖദ് ഖദ്ദംതു ഇലൈക്കും ബിൽ വഈദ്, ഞാൻ നിങ്ങൾക്ക് വേണ്ട താക്കീതൊക്കെ നേരത്തെ തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. ഇനി
നമ്മുടെ വിധി തീർപ്പിൽ യാതൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. മാ യുബദ്ദലുൽ ഖൗലു ലദയ്യ, നാം വാക്ക് മാറ്റാൻ പോകുന്നില്ല. വമാ അന ബിളല്ലാമിൻ ലിൽ അബീദ്, തന്റെ ദാസന്മാരോട് യാതൊരു വിധത്തിലുള്ള അക്രമവും ചെയ്യുന്നവനുമല്ല അള്ളാഹു എന്ന കാര്യം കൂടിയാണ് അവിടെ അള്ളാഹു വ്യക്തമാക്കുന്നത്. വമാ അന ബിളല്ലാമിൻ ലിൽ അബീദ്, തന്റെ അബീദിനോട് യാതൊരു നിലക്കും ളുൽമ ചെയ്യുന്നവനല്ല ഞാൻ എന്നാണ് അള്ളാഹു അവിടെ പറയുന്നത്. എന്റെ ഇബാദുകളോട്, അബീദ് എന്നുള്ളത് അതുപോലെയുള്ള ഒരു പദമാണ്, ഈ പദത്തിന്റെ മറ്റൊരു രൂപമാണ്. അപ്പൊ എന്റെ ഇബാദുകളോട് ളുൽമ ചെയ്യുന്നവൻ, അക്രമമോ അനീതിയോ ചെയ്യുന്നവനല്ല ഞാൻ എന്നാണ് അള്ളാഹു അവിടെ വ്യക്തമാക്കിയിട്ടുണ്ടായത്. അതിനെ തുടർന്നാണ് ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിട്ടുള്ള 30 മുതൽ 35 വരെയുള്ള ആയത്തുകൾ വരുന്നത്. അള്ളാഹു ആ ഒരു നാളിന്റെ വല്ലാത്തൊരു പ്രാധാന്യം, അല്ലെങ്കിൽ ആ നാളിന്റെ ഒരു ഭീകരമായ അവസ്ഥ വെളിപ്പെടുത്തുന്ന ഒരു കാര്യം ഒരു സംസാര അല്ലെങ്കിൽ ഒരു സംഭാഷണ രൂപത്തിൽ ഇവിടെ അവതരിപ്പിക്കുകയാണ് ഇന്ന് നമ്മൾ വായിച്ച ആയത്തുകളുടെ തുടക്കത്തിൽ. യൗമ നഖൂലു ലി ജഹന്നം, അള്ളാഹു പറയുന്നത് എങ്ങനെയാണ്? നാം നരകത്തിനോട് ഇങ്ങനെ ചോദിക്കുന്ന ഒരു നാൾ, ആ നാളില് ചോദ്യം ഇതാണ്, ഹലിം തല, നീ നിറഞ്ഞില്ലേ, നീ നിറഞ്ഞുവോ എന്നതാണ് ചോദ്യം. നരകത്തിനോട്, നരകത്തിലേക്ക് കൊണ്ടുപോയി ഇടേണ്ട മനുഷ്യരെയും ജിന്നുകളെയും ഒക്കെ കൊണ്ടുപോയി എറിഞ്ഞത് കാരണമായി നരകം നിറഞ്ഞില്ലേ എന്നതാണ് അള്ളാഹു ചോദിക്കുന്ന ചോദ്യം. അപ്പോ നരകത്തിന്റെ മറുപടി വതഖൂലു, നരകം പറയുന്നു, ഹൽ മിൻ മസീദ്, ഇനിയുമുണ്ടോ എന്നാണ് ചോദ്യം. അതും ഒരു മറുപടിയായിട്ട് ഒരു ചോദ്യമാണ് ഉന്നയിക്കപ്പെടുന്നത്. ഹൽ മിൻ മസീദ്, ഇനിയും കൂടുതലുണ്ടോ എന്നതാണ്. അപ്പോ വളരെ കൃത്യമായ ഒരു ചിത്രം അള്ളാഹുവിടെ നരകത്തിലെറിയപ്പെടുന്ന ആളുകളുടെ അവസ്ഥ വളരെ മൂർത്തമായ രൂപത്തിൽ നമ്മളെ ബോധ്യപ്പെടുത്തുന്നതിന് ഇവിടെ ഒരു സംഭാഷണ രൂപത്തിൽ ഒരു ചിത്രം വരഞ്ഞു കാണിക്കുകയാണ്. യൗമ നഖൂലു ലി ജഹന്നം, അള്ളാഹു പറയുന്ന നാം നരകത്തോട് ചോദിക്കുന്ന നാളിൽ എന്നാണ്. അപ്പൊ അള്ളാഹു നേരിട്ട് നരകത്തോട് ചോദിക്കുന്നു എന്ന വിധത്തിലാണ് ഈ സംഭാഷണം ഇവിടെ നടക്കുന്നത്. അള്ളാഹു നരകത്തിനോട് ചോദിക്കുമോ, നരകം അങ്ങനെ സംസാരിക്കാൻ കഴിയുന്ന ആളാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരാനിടയുണ്ട്. യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സകല സൃഷ്ടിജാലങ്ങളും, അത് ജീവനുള്ളതായാലും ജീവനില്ലാത്തതായാലും ചേതനമായാലും അചേതനമായാലും അവയുമൊക്കെയായി, അത് ഒരു മണൽത്തരിയാണെങ്കിൽ പോലും അതിനോടൊക്കെയും അള്ളാഹുവിന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അള്ളാഹു അവയോടൊക്കെയും തന്നെ ഒരു ആശയവിനിമയം നടത്തുന്ന ഒരു തലമുണ്ട്. അള്ളാഹുവിന്റെ ആജ്ഞപ്രകാരമാണ് ഓരോന്നും അത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന, ധർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ജീവനുള്ള ജീവജാലങ്ങളായാലും ജീവനില്ലാത്ത സംഗതികളായാലും അവയൊക്കെയും തന്നെ അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യുന്നുണ്ട്, അള്ളാഹുവിനോട് പ്രതികരിക്കുന്നുണ്ട്, അള്ളാഹു അവയ്ക്ക് നിർദ്ദേശം നൽകുന്നുണ്ട് എന്ന വിധത്തില് ഖുർആനിൽ ധാരാളം ഇടങ്ങളിൽ പരാമർശങ്ങളും സൂചനകളും കാണാൻ കഴിയും. അപ്പോ നരകം സംസാരിക്കുന്നു എന്നതില് പ്രത്യേകിച്ച് നമ്മൾ കൗതുകമായിട്ട് അനുഭവപ്പെടേണ്ട യാതൊന്നുമില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുഴുവൻ സൃഷ്ടികളും, ജീവനുള്ളതും ജീവനില്ലാത്തതും ഒക്കെ തന്നെയും അള്ളാഹുവുമായി, അള്ളാഹു അവയുമായി ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് നിലനിൽക്കുന്നുണ്ട്. ഒരു വസ്തു ഉണ്ട് എന്നത് തന്നെ അത് അള്ളാഹുവുമായിട്ട് അതിന് ഒരു ഒരു കമ്മ്യൂണിക്കേഷനുള്ള സംവിധാനമുണ്ട് എന്നതിന്റെ ഒരു
സൂചനയാണ്. അത് നിലനിൽക്കുന്നു എന്നത് തന്നെ. കാരണം ഓരോ വസ്തുവും അതെത്ര സൂക്ഷ്മമായ കണികയാണെങ്കിൽ പോലും അത് അതിന്റെ ധർമ്മം നിർവഹിക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവികമായ കൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ്. യുദബ്ബിറുൽ അംറ മിനസ് സമാഇൽ അർള് എന്ന് നമ്മൾ വിശുദ്ധ ഖുർആനിൽ ഒരിടത്ത് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ കൽപ്പനകള്, അള്ളാഹുവിന്റെ ആജ്ഞകള് നിരന്തരമായിട്ട് ഉപരിലോകത്തുനിന്ന് നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഭൂമിയും അതുപോലെയുള്ള ഇടങ്ങളിലേക്കും ഒക്കെ ആയിട്ട്. അത് എല്ലാ സംഗതികൾക്കും, അള്ളാഹുവിന്റെ സകല സൃഷ്ടികൾക്കും അങ്ങനെയുള്ള കൽപ്പനകളും നിർദ്ദേശങ്ങളും ലഭിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പല സൂചനകളും ഖുർആനിൽ കാണാൻ കഴിയും. ബിഅന്ന റബ്ബക ഔഹാ ലഹാ എന്ന് സൂറത്തു സൽസലയിൽ കാണാം. ഭൂമി കിടുകിട വിറപ്പിക്കപ്പെടുമ്പോ, ഭൂമി അതിന്റെ ഭാരങ്ങളൊക്കെ പുറത്തേക്ക് തള്ളുമ്പോ ആ നാളില് ഭൂമി പലതും വെളിപ്പെടുത്തി സംസാരിച്ചുകൊണ്ടിരിക്കും. ബിഅന്ന റബ്ബക ഔഹാ ലഹാ, അതിന്റെ നാഥൻ അതിനോട് സംസാരിച്ച് നിർദ്ദേശിച്ചത് അല്ലെങ്കിൽ അതിനോട് ദിവ്യബോധനം നൽകിയത് കാരണമായിട്ട് എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ അത് വളരെ സ്വാഭാവികമായി തന്നെ നിലനിൽക്കുന്ന ഒരു സംഗതിയാണ് എന്നാണ് ഖുർആൻ നൽകുന്ന സൂചന. ഏതു വിധത്തിൽ എന്നത് നമുക്ക് ഈ ദൈവിക നടപടികളുടെ അല്ലെങ്കിൽ ദൈവിക പ്രവർത്തനങ്ങളുടെ മറ നീങ്ങുമ്പോൾ മാത്രമാണ് അത് വ്യക്തമായിട്ട് മനസ്സിലാവുക. ശാസ്ത്രീയമായ വിലയിരുത്തലുകളിൽ ഓരോ കോശവും ഓരോ തന്മാത്രയും ഒരു ഫോഴ്സിന്റെ ബലത്തില് പ്രവർത്തനക്ഷമമായിക്കൊണ്ട് നിലനിൽക്കുന്നത് മനസ്സിലാക്കാനൊക്കെ സാധിക്കും. പക്ഷെ അത് ഏത് വിധത്തിൽ അത് ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നു എന്നതൊന്നും നമുക്ക് കൃത്യമായിട്ട് ഈ ഭൗതിക ലോകത്തുനിന്ന് മനസ്സിലാക്കാൻ സാധിച്ചോളണമെന്നില്ല. അപ്പോ ഇവിടെ അള്ളാഹു പറയുന്നത് യൗമൻ അഖൂലു ലി ജഹന്നം, ജഹന്നമിനോട് നാം പറയുന്ന ആ നാളിൽ, അല്ലെങ്കിൽ ജഹന്നമിനോട് നാം ചോദിക്കുന്ന ആ നാളിൽ. അള്ളാഹു നരകത്തിലേക്ക് ആളുകൾ കൊണ്ടുപോയി എറിയപ്പെടുന്ന പ്രക്രിയക്കിടയിൽ നരകത്തിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഹലിം തല, നീ നിറഞ്ഞു പോയോ, അല്ലെങ്കിൽ നീ നിറഞ്ഞു കഴിഞ്ഞോ എന്നതാണ് ചോദ്യം. ധാരാളം പാപികളായ നിഷേധികളായ കുറ്റവാളികളെ നരകത്തിലേക്ക് ഈ സായിഖും ഷഹീദുമായ മലക്കുകൾ കൊണ്ടുപോയി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ നീ നിറഞ്ഞുവോ എന്നതാണ് ചോദ്യം. അപ്പോ അതിന് നൽകപ്പെടുന്ന മറുപടി തഖൂലു ഹൽ മിൻ മസീദ് എന്നതാണ്. രണ്ട് അർത്ഥസാധ്യതകള് ഈ മറുപടിയിൽ അടങ്ങിയിട്ടുണ്ട് എന്നത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അതിലൊന്ന്, എന്റെ അകം മുഴുവൻ നിറഞ്ഞു കഴിഞ്ഞു, നിറഞ്ഞു കവിഞ്ഞു, ഈ പാപികളും കുറ്റവാളികളും ഒക്കെ വന്ന് വീണ് ഞാൻ നിറഞ്ഞു കഴിഞ്ഞു എന്നാണ് നരകം നൽകുന്ന സൂചന എന്നതാണ്. ഇനിയുണ്ടോ ഇതിലേക്ക് കുത്തി നിറക്കാൻ, ഇതില് വേണ്ടുവോളം ആവുന്നതിൽ കൂടുതൽ നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ഇനിയും വല്ലതും കൊണ്ടുപോയിട്ടേക്കാനുണ്ടോ എന്ന ആ നിറഞ്ഞു കഴിഞ്ഞു ഒരു സൂചിപ്പഴുത് പോലും ഇവിടെ ശേഷിക്കുന്നില്ല എന്നൊരു സൂചന നൽകുന്ന വിധത്തില് ആ ഒരു മറുപടിയെ നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു ആംഗിളില് അത് എത്ര തന്നെ ഇതിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ടെങ്കിൽ പോലും കുറ്റവാളികളെ മുഴുവനും ഇനിയും സ്വീകരിക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് നരകം പറയുന്ന പോലെയുള്ള ഒരു പ്രതികരണമായിട്ട് നമുക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കും. എത്ര ഇടുക്കം അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഇവിടെ കുത്തി നിറച്ച് ഇവിടെ എല്ലാ പഴുതുകളും അടയുന്ന വിധത്തില് പാപികളെ കൊണ്ട് നിറയ്ക്കുകയാണ്, അതിന് ഞാൻ സന്നദ്ധനാണ് എന്ന് നരകം പറയുന്ന പോലെയാണ് ഇതിന്റെ മറ്റൊരു സാധ്യതയുള്ളത്. എന്തായാലും നരകത്തിന്റെ മറുപടി ഹൽ മിൻ മസീദ്, ഇനിയും ഉണ്ടോ, ഇനിയും ഏറെ ഉണ്ടോ എന്നതാണ്. ഇനിയും ഏറെ ഉണ്ടെങ്കിൽ ഇവിടെ അത്ര കംഫർട്ടബിൾ ആയ സ്റ്റേക്കൊന്നും ഉള്ളൊരു സ്പേസ് ഇല്ല എന്നൊരു സൂചന നൽകപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ഇനിയും എത്രയുണ്ടെങ്കിലും അവയൊക്കെ കുത്തി നിറച്ച് നരകത്തിന് ആ കുറ്റവാളികളോടുള്ള വിരോധം കൂടി ആ വാക്കുകളിൽ പ്രകടമാവുന്ന വിധത്തില് മനസ്സിലാക്കപ്പെടുന്ന ഒരു ആംഗിളും അതിനുണ്ട് എന്നാണ് സൂചിപ്പിക്കപ്പെടുന്നത്.
അപ്പോ ഹലിം തല ഇത് നിറഞ്ഞുവോ എന്ന ചോദ്യം, മറുപടി ഹൽമിൻ മസീദ്, ഇനിയും ഏറെ ഉണ്ടോ എന്നതാണ്. ഇങ്ങനെ ഒരു സംഭാഷണം നടക്കുമോ? ഇത് കാൽപ്പനികമായ, മെറ്റഫോറിക്കലായ, ആലങ്കാരികമായ ഒരു സംഭാഷണ രൂപം അള്ളാഹു ഉണ്ടാക്കിയതല്ലേ എന്നൊക്കെയുള്ള ആലോചനകൾ പലരും നടത്തുന്ന കാണാം. യഥാർത്ഥത്തില് അങ്ങനെയുള്ള ആലോചനക്കൊന്നും വലിയ പ്രസക്തി ഇല്ല. കാരണം അള്ളാഹുവിന് അവന്റെ സൃഷ്ടികളായ, നരകം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, സൃഷ്ടികളായ എല്ലാറ്റിനോടും തന്നെ ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ സംവിധാനമുണ്ട്. അള്ളാഹു അവയ്ക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്, അവയൊക്കെയും അള്ളാഹുവിന്റെ നിർദ്ദേശം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പനകളോട് അവയൊക്കെയും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ സൃഷ്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും അതുണ്ടാവും. നിഷേധിയായ മനുഷ്യന്റെ ശരീരാവയവങ്ങളും കോശങ്ങളും വരെയും അള്ളാഹുവിന്റെ കൽപ്പനകളെ സ്വീകരിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് വസ്തുത. അതുകൊണ്ടാണ് ശരീരത്തിന്റെ പ്രവർത്തനം അള്ളാഹു നിശ്ചയിച്ച പ്രകാരം നടന്നുകൊണ്ടിരിക്കുന്നത്. അയാളുടെ മനസ്സ് അള്ളാഹുവിന് കീഴ്പ്പെടാനോ വിധേയപ്പെടാനോ കൂട്ടാക്കാതിരിക്കുകയാണെങ്കിൽ പോലും ശരീരം അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ നരകം ഇനിയും ഏറെ ഉണ്ടെങ്കിലും സ്വീകരിക്കാൻ, അവയെ എനിക്ക് അകത്ത് കുത്തി നിറക്കാൻ ഞാൻ ഒരുക്കമാണ് എന്ന നിലക്കാണ് ഇവിടെ നരകം മറുപടി നൽകുന്നത്. ഇതൊരു വശം, ചിത്രത്തിന്റെ ഒരു ഭാഗം ഇതാണെങ്കിൽ, മറുഭാഗം ഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീന ഗൈറ ബഈദ്. അള്ളാഹു പറയുന്നത് മുത്തഖികളുടെ അടുക്കലേക്കായിട്ട് സ്വർഗത്തെ അങ്ങ് അടുപ്പിച്ചു വെച്ചിരിക്കുകയാണ്, അടുപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഗൈറ ബഈദ്, അതൊട്ടും അകലെയല്ലാത്ത വിധത്തിലാണുള്ളത്. വിജയിയായിട്ട് അള്ളാഹുവിന്റെ വിചാരണയിൽ വിജയം ഏറ്റുവാങ്ങിക്കൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കിയ മുത്തഖികളുടെ കാര്യത്തിൽ സ്വർഗം അവരുടെ അടുക്കലേക്ക് ചേർത്ത് വെക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അവർ വിജയികൾ എന്ന നിലയ്ക്കുള്ള സന്തോഷ വാർത്ത അറിയിക്കപ്പെടുന്നതോടുകൂടി പിന്നെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ കാലവിളംബം ഒന്നും വേണ്ടതില്ല. അവർക്ക് അങ്ങോട്ട് നടന്നടുക്കേണ്ടി വരുന്ന, അതിനുവേണ്ടി സമയം വ്യയം ചെയ്യേണ്ടി വരുന്ന ഒരു വിഷയം പോലും ഉദിക്കുന്നില്ല. കാരണം സ്വർഗം അവരെ തേടി ഇങ്ങോട്ട് എത്തുകയാണ്. ഏതു വിധത്തിലാണ് ഇത് നടപ്പിലാക്കപ്പെടുന്നത് എന്നൊന്നും നമുക്കറിയില്ല. സ്വർഗം ഒക്കെ വലിയ അളവോളം മനസ്സിൽ അനുഭവിക്കുന്ന സന്തോഷവും ആനന്ദവും കൂടിയാണല്ലോ. അതുകൊണ്ട് സന്തോഷ വാർത്ത നൽകപ്പെട്ട ആള് ആ നിമിഷം മുതൽ തന്നെ ഒരു സ്വർഗീയമായ അനുഭവത്തിലാണുള്ളത്. സ്വർഗം അയാളിലേക്ക് അങ്ങ് അടുപ്പിക്കപ്പെട്ട പോലെയാണ്. ഉസ്ലിഫത്തിൽ ജന്നത്തു, ഇവിടെ പോലെയാണെന്നൊന്നുമില്ല, അങ്ങനെ ചെയ്തിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഉസ്ലിഫത്തിൽ ജന്നത്തു, സ്വർഗം അടുപ്പിക്കപ്പെട്ടിരിക്കുന്നു. ലിൽ മുത്തഖീന, സൂക്ഷ്മാലുക്കൾക്ക് വേണ്ടി, മുത്തഖികൾക്ക് വേണ്ടി സ്വർഗം അവരുടെ അടുക്കലേക്കായിട്ടാണ് ചേർത്ത് വെക്കപ്പെട്ടിരിക്കുന്നു. ഗൈറ ബഈദ്, അവർക്കിടയിൽ, മുത്തഖികൾക്കും സ്വർഗത്തിനും ഇടയിൽ ഒരു ബുഴുതൊന്നുമില്ല, ഒരു അകൽച്ചയൊന്നുമില്ല. ഒട്ടും അകലമില്ലാത്ത വിധത്തിൽ സ്വർഗം അവരിലേക്ക് ചേർത്ത് വെക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്നവർ നിഷേധികളും നന്ദി കെട്ടവരുമായ ആളുകളുടെ കാര്യത്തിൽ അള്ളാഹു നേരത്തെ പറഞ്ഞത് അവരെ അൽഖിയാഫി ജഹന്നമ എന്നാണ്. അവരങ്ങ് നരകത്തിലേക്ക് ഇട്ടേക്ക്, നരകത്തിലേക്ക് എറിഞ്ഞേക്ക് എന്നാണ് രണ്ടുപേരോടുമായിട്ട് അള്ളാഹു പറഞ്ഞു. സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളുടെ കാര്യത്തിൽ അയാൾക്ക് ആ സന്തോഷ വാർത്ത അനുഭവിക്കാനാകുന്നതോടെ തന്നെ സ്വർഗം അയാളോട് ചേർത്ത് വെക്കപ്പെടുകയാണ്. വിശുദ്ധ ഖുർആൻ പാരത്രിക ലോകത്തിലെ സ്ഥലകാല കാര്യങ്ങളെക്കുറിച്ചുള്ള പല സൂചനകളും നൽകുന്ന കൂട്ടത്തിൽ ഇതും നമുക്ക് കാണേണ്ടത്. സ്വർഗവും നരകവും ഒക്കെ തന്നെ, അതുപോലെ അവിടെ പാരത്രിക ലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ഈ ആളുകൾ അനുഭവിക്കുന്ന സമയക്രമം എന്നത്
അതുപോലെ സ്ഥലം എന്നത് നമ്മൾ ഭൗതിക ലോകത്ത് സങ്കല്പിക്കുന്ന വിധത്തിലേ അല്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഒരാള് സ്വർഗാവകാശിയാണ് എന്നത് തീരുമാനിക്കപ്പെടുകയും അയാൾ ആ സന്തോഷ വാർത്ത നൽകപ്പെടുകയും ചെയ്ത ആ മൊമെന്റ് മുതൽ തന്നെ അയാൾ ആ സ്വർഗത്തിന്റെ അനുഭവം നേടിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഈ ആയത്ത് നൽകുന്ന സൂചന. അപ്പൊ ഒരേ ഇടത്ത് തന്നെ നരകത്തിലേക്ക് പോകേണ്ട ആള് നരകത്തിന്റെ ഭീകരത അനുഭവിക്കുന്നു, സ്വർഗത്തിലേക്ക് എത്തേണ്ടിയിരിക്കുന്ന ആള് ആ സ്വർഗീയമായ ആനന്ദങ്ങൾ അനുഭവിച്ചു തുടങ്ങുന്നു എന്ന ഒരു സൂചന നമുക്കിതിൽ കാണാൻ കഴിയും. ഉസ്ലിഫത്തിൽ ജന്നത്തുൽ മുത്തഖീന ഗൈറ ബഈദ്, ഒട്ടും അകലെയല്ലാതെ അവരോട് വളരെ ചേർന്ന് നിൽക്കുന്ന വിധത്തില് സ്വർഗം സൂക്ഷ്മാലുക്കളുടെ അടുക്കലേക്ക് ചേർത്ത് വെക്കപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ട് അവരോട് പറയപ്പെടുന്നത് ഇതാണ്, ഹാദാ മാ തുഅദൂൻ, ഇതാണ് നേരത്തെ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഹാദാ മാ തുഅദൂൻ, ആർക്കാണത്? ലികുല്ലി അവ്വാബിൻ ഹഫീൻ, നിരന്തരമായി അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിക്കൊണ്ടിരിക്കുകയും എല്ലാ കാര്യങ്ങളിലും അതീവ ജാഗ്രതയും സൂക്ഷ്മതയും പുലർത്തുകയും ചെയ്ത ആളുകൾക്ക് അവരോടായിട്ട് പറയപ്പെടുകയാണ്, ഹാദാ മാ തുഅദൂൻ, നിങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംഗതി ഇതാണ് എന്നാണ് ആ സ്വർഗത്തെ പരാമർശിച്ചുകൊണ്ട് അവരുടെ മുന്നിലേക്ക് അടുപ്പിക്കപ്പെട്ടിരിക്കുന്ന സ്വർഗത്തെ കാണിച്ചുകൊണ്ട് അവരോട് പറയുന്നു. അവ്വാബും ഹഫീലുമായ, അവ്വാബ് എന്ന് പറഞ്ഞാൽ മടങ്ങുന്നവൻ എന്നാണ് അതിനർത്ഥം. അധികം അള്ളാഹുവിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുക. മടങ്ങുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മുന്നിൽ പശ്ചാത്താപ വിവശതയോടെയും എളിമ കാണിച്ചുകൊണ്ടും ഒക്കെ നിരന്തരം അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ആ പ്രകൃതത്തിനാണ്, ആ നിലപാടിനാണ് അവ്വാബ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ അവ്വാബും ഹഫീലുമായ ആളുകൾക്കും വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന സ്വർഗമാണിത് എന്നാണ് ആ ഘട്ടത്തില്. അങ്ങനെ ആരുടെ അടുക്കലേക്കാണോ സ്വർഗം ചേർത്ത് വെക്കപ്പെട്ടിട്ടുള്ളത്, അടുപ്പിച്ചു വെക്കപ്പെട്ടിട്ടുള്ളത്, അവരോടായിട്ട് പറയപ്പെടുകയാണ്. എന്നിട്ട് ഈ അവ്വാബും ഹഫീലുമായ ആളുകൾ ആരാണ് എന്നത് അല്പം കൂടി ചില വിശദാംശങ്ങൾ നൽകിക്കൊണ്ട് അള്ളാഹു വിശദീകരിക്കുകയാണ്. മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബ്, അവന്റെ ഒരു പ്രത്യേകത ഇതാണ്, അദൃശ്യനായിരിക്കെ തന്നെ അള്ളാഹുവിനോട് ഭയപ്പാട് കാണിച്ചവനാണ് അവൻ. അള്ളാഹുവിന്റെ മഹത്വവും സ്ഥാനവും പദവിയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട്, അള്ളാഹുവിന്റെ ഗാംഭീര്യവും മഹത്വവും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവനോട് ഭക്തി നിറഞ്ഞ ഭയപ്പാട് കാണിക്കുന്ന അതിനാണ് ഖശിയ എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുന്നതിനാണ് ഖൗഫ് എന്ന് പറയുന്നത്, ഖാഫ എന്ന്. ഇത് രണ്ടും വിശ്വാസികളുടെ കാര്യത്തിൽ സൂചിപ്പിക്കപ്പെടാറുണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെ രണ്ട് പദങ്ങളും വരുന്നുണ്ട്. ഒന്ന് അള്ളാഹുവിന്റെ മഹത്വവും അള്ളാഹുവിന്റെ ഔന്നത്യവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അവനോട് ഒരു ഭയഭക്തി ഉണ്ടാകുന്നതിനാണ് ഈ ഖശിയ എന്ന വാക്ക് സൂചിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഓർമ്മ കാരണമായി ഭയപ്പാടുണ്ടാകുന്നതാണ് ഈ ഖാഫ എന്ന പദം, ഖൗഫ് എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് അത് സൂചിപ്പിക്കപ്പെടുന്നത്. അപ്പോ ഈ അവ്വാബും ഹഫീലുമായ ആളുകൾക്കാണ് ഇത് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളതെന്ന് പറഞ്ഞല്ലോ. ആരാണ് അവ്വാബും ഹഫീലും? രണ്ട് ഗുണങ്ങളാണത്. അവ്വാബ് എന്നത് നിരന്തരമായി അള്ളാഹുവിലേക്ക് മടങ്ങാൻ സന്നദ്ധനായിക്കൊണ്ടിരിക്കുന്ന ആള്. അള്ളാഹുവിലേക്ക് മടക്കയാത്ര നടത്തുന്നതിനെ പറ്റിയല്ല, മനസ്സിന് ഉണ്ടാകുന്ന വ്യതിചലനങ്ങളും പതർച്ചയും അകലലും ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള വ്യതിചലനവും അകൽച്ചയും ഒക്കെ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെ അള്ളാഹുവിലേക്ക് തിരിച്ചു വരാൻ മനസ്സ് വെമ്പല് കാണിക്കുന്ന ആളാണ് അവ്വാബ്. ഹഫീൽ എന്നത് ഏത് കാര്യത്തിലും എന്ത് പറയുമ്പോഴും ചെയ്യുമ്പോഴും നിലപാട് സ്വീകരിക്കുമ്പോഴൊക്കെ അള്ളാഹു ഇഷ്ടപ്പെടുന്നത് എന്താണ്, മറിച്ചുള്ളത് എന്താണ് എന്നത് സൂക്ഷ്മതയോടുകൂടി മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന
ജാഗ്രതയുള്ള ആളാണ് ഹഫീൽ. അപ്പൊ ഈ ആളുകള് അവരുടെ ഒരു ഡിസ്ക്രിപ്ഷൻ ഒന്ന്, മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബ്, അള്ളാഹു അദൃശ്യനാണ് എന്ന അവസ്ഥയിൽ തന്നെയാണ് അള്ളാഹുവിനോട് ഈ ഭയപ്പാടും അതുപോലെ ഭക്തിയൊക്കെ അവർ കാണിക്കുന്നത്. അതാണ് ഒരു പ്രത്യേകത. ബിൽ ഗൈബ് എന്ന് പറഞ്ഞാൽ അദൃശ്യതയിൽ എന്ന്. അത് വേറൊരു ആംഗിളിൽ വായിക്കുകയാണെങ്കിൽ ആരും കാണുന്നില്ല എന്ന അവസ്ഥയിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകളാണ് എന്നും മനസ്സിലാക്കാം. ആരെങ്കിലൊക്കെ കാണുമ്പോ അള്ളാഹുവിനോട് ഭയപ്പാട് കാണിക്കുന്ന ഒരു പ്രകൃതം ഉണ്ടാവാം. ഇത് ആരും കാണുന്നില്ല എന്ന അവസ്ഥയിലും അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ അങ്ങനെ ഉണ്ടാവുമല്ലോ. ജീവിതത്തിലെ പല കാര്യങ്ങളും സ്വകാര്യതയില്, ആരും കാണാത്ത ഇടങ്ങളില് ഒക്കെ തന്നെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പല സംഗതികളിൽ നിന്നും മാറി നിൽക്കുക, അല്ലെങ്കിൽ പല കാര്യങ്ങളും അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധത്തോടു കൂടി തന്നെ കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്ന സംഗതി. അപ്പോ മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബ്, അദൃശ്യതയിൽ അള്ളാഹു മറഞ്ഞിരിക്കുന്നു, നമുക്ക് കാണാൻ കഴിയുന്ന ഒരു അവസ്ഥയിൽ അല്ലാഹ് ഇല്ല എന്നുള്ളത് കൊണ്ട് അവര് തെറ്റ് ചെയ്യാൻ മുതിരുന്നവരല്ല, തിന്മ ചെയ്യാൻ മുതിരുന്നവരല്ല. തന്നെ ആരും കാണുന്നില്ല എന്ന ഒരവസ്ഥയില് അള്ളാഹുവിനെ മറന്നുകൊണ്ട്, അള്ളാഹു എല്ലാം കാണുന്നുണ്ട് എന്ന വസ്തുത വിസ്മരിച്ചുകൊണ്ട് വല്ലതും ചെയ്യുന്ന ആളുകളും അല്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ ആണ് അള്ളാഹുവിടെ അവ്വാബും ഹഫീലും എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. വജാഅ ബിഖൽബിൻ മുനീബ്, എന്നിട്ട് അവര് വന്നിരിക്കുന്നു ബിഖൽബിൻ മുനീബ്, മുനീബായ മടക്കം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹൃദയവുമായിട്ട്. ഖൽബും മുനീബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് ഭയപ്പാടോടെയും അതുപോലെ തന്നെ അവനിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു നിലപാടോടെയും ഉള്ള ഒരാളാണ്. അങ്ങനെയുള്ള ഖൽബുമായിട്ടാണ് അവർ അള്ളാഹുവിന്റെ അടുക്കലേക്ക് വന്നിരിക്കുന്നത്. വജാഅ ബിഖൽബിൻ മുനീബ്, മുനീബായ ഒരു ഹൃദയവുമായിട്ട്. മുനീബായ ഹൃദയം എന്ന് പറഞ്ഞ് നേരത്തെ അവ്വാബ് എന്ന് പറഞ്ഞതിന്റെ വേറെ രൂപമാണ്, വേറെ അതേ ആശയം നൽകുന്ന, അവനിലേക്ക് നിരന്തരമായി മടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഹൃദയവുമായിട്ട് കടന്നു വന്ന ഒരാള്. അതിലെ ധിക്കാരത്തിന്റെയോ അനുസരണക്കേടിന്റെയോ അള്ളാഹുവിനെ അംഗീകരിക്കാത്ത നിലപാടിന്റെയോ യാതൊരു ലാഞ്ചന പോലും ഇല്ലാത്ത ഒരു ഹൃദയവുമായിട്ടാണ് അങ്ങനെ ഒരാൾ വന്നിരിക്കുന്നത്. അപ്പൊ ഈ പ്രത്യേകതകളാണ് അള്ളാഹുവിടെ അവരെ കുറിച്ച് വിവരിച്ചിരിക്കുന്നത്. സ്വർഗം ലഭിക്കുന്ന ആരുടെ അടുക്കലേക്കാണോ സ്വർഗം അടുപ്പിച്ച് നിർത്തപ്പെടുന്നത് അവരുടെ പ്രത്യേകത. അവര് മുത്തഖികളാണ്. അവരിലേക്ക് സ്വർഗം ഒട്ടും അകലെയല്ലാതെ ചേർത്ത് വെക്കപ്പെടുന്നു. എന്നിട്ട് നിങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന സ്വർഗമാണിത് എന്ന് അവരോട് പറയപ്പെടുന്നു. അവര് അവ്വാബാണ്, ഹഫീലാണ്, അള്ളാഹുവിനെ അദൃശ്യതയിൽ ഭയപ്പെടുന്നവരാണ്. അതുപോലെ തെളിമയുള്ള പശ്ചാത്താപ വിവശതയും അതുപോലെ മടങ്ങുവാനുള്ള സന്നദ്ധതയുമുള്ള, അള്ളാഹുവിലേക്ക് നിരന്തരമായി മടങ്ങുവാനുള്ള സന്നദ്ധതയുമുള്ള ഹൃദയവുമായിട്ട് അവന്റെ അടുക്കിലേക്ക് എത്തുന്ന ആളുകൾ. അവര് കേൾക്കുന്നത്, അവരോടായിട്ട് അള്ളാഹു പറയുന്നത് ഉദ്ഖുലൂഹ, നിങ്ങൾ അതിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്നാണ്. നേരത്തെ പരാമർശിക്കപ്പെട്ട സ്വർഗമുണ്ട് ഇവിടെ. അൽ ജന്നത്തു ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞല്ലോ. വഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീൻ, അതിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. ഉദ്ഖുലൂഹ, നിങ്ങൾ അങ്ങോട്ട് കടന്നോളുക. ബിസലാം, സമാധാന ചിത്തരായിക്കൊണ്ട്, മനസ്സ് പൂർണ്ണമായ ശാന്തി അനുഭവിക്കുന്നവരായിക്കൊണ്ട്, സമാധാനം ലഭിക്കുന്നവരായിക്കൊണ്ട് അങ്ങോട്ട് കടന്നോളുക എന്നാണ് പറയുന്നത്. പല ആംഗിളിലും വായിക്കാവുന്ന ഒരു പ്രയോഗമാണ് ഉദ്ഖുലൂഹ ബിസലാം. നിങ്ങൾ സമാധാനം ആശംസിക്കപ്പെടുന്നവരായിക്കൊണ്ട് അങ്ങോട്ട് കടന്നുകൊള്ളുക എന്ന് ഒരു വായന സാധ്യമാണ്. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ അവിടെ നിങ്ങളെ സ്വീകരിച്ച് ആനയിക്കാൻ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള മലക്കുകള് നിങ്ങളെ സമാധാനം ആശംസിച്ചുകൊണ്ടാണ് അങ്ങോട്ട് പ്രവേശിപ്പിക്കുക. അങ്ങനെ ഒരർത്ഥം അതിനുണ്ട്. വേറൊരർത്ഥം, നിങ്ങൾ അങ്ങോട്ട്
സ്വർഗവാസികളോട് സലാം പറഞ്ഞുകൊണ്ട് കടന്നു ചെല്ലുക എന്നും കാണാം. ഉദ്ഖുലൂഹ ബിസലാം, സലാം ചെയ്തുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് കടന്നുകൊള്ളുക എന്ന് പറയുന്ന വിധത്തിലും കാണാം. മറ്റൊരു നിലക്ക് സലാം അനുഭവിക്കുന്നവരായിക്കൊണ്ട്, സമാധാനം അനുഭവിക്കുന്നവരായിക്കൊണ്ട് നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്നാണ് അവരോട് പറയപ്പെടുന്നത് എന്നും മനസ്സിലാക്കാം. ദാലിക യൗമുൽ ഖുലൂദ്, അത് നിത്യതയുടെ ഒരു ദിവസമാണ്, നിത്യതയുടെ നാളാണത് എന്ന് പറഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് പിന്നെ ആ ഒരു നാളാണ് ഉള്ളത്. അത് അനന്തമായൊരു നാളാണ്, നിത്യതയുടെ നാളാണ്. ഭൂമിയിൽ നമ്മൾ അനുഭവിക്കുന്ന വിധത്തിലുള്ള ദിനമാറ്റങ്ങൾ, രാവും പകലും ഒക്കെ ആയിട്ടുള്ള അങ്ങനെ എണ്ണിക്കണക്കാക്കുന്ന ദിവസങ്ങൾ എന്ന വിധത്തില് ഒരുപക്ഷെ സ്വർഗത്തിൽ അങ്ങനെയുള്ള ആ ദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവണമെന്നില്ല. അത് മറ്റൊരു സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ അത് യൗമുൽ ഖുലൂദാണ്. ഖുലൂദ് എന്ന് പറഞ്ഞ നിത്യത, നിത്യതയുടെ ദിനമാണ് അത് എന്നാണ് പറയപ്പെടുന്നത്. അതൊരു അള്ളാഹു യൗമ് എന്ന പദം വിശുദ്ധ ഖുർആനില് ഒരു യൂണിറ്റ് ഓഫ് ടൈം എന്നതിനേക്കാൾ ഏറെ ഒരു പീരീഡ് ഓഫ് ടൈം എന്ന നിലക്കാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് കാണാൻ കഴിയും. സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞെടുത്തു, അതുപോലെ അന്ത്യനാളിനെ കുറിച്ച് പറയുമ്പോഴും അത് അള്ളാഹുവിന്റെ അടുക്കൽ ഒരു ദിനം 1000 വർഷങ്ങൾക്ക് തുല്യമാണ്, നിങ്ങളുടെ 1000 വർഷങ്ങൾക്ക് തുല്യമാണ് എന്ന് ഖുർആൻ പറയുന്നത് കാണാം. 50,000 വർഷങ്ങൾക്ക് തുല്യമാണ് എന്ന് പറയുന്നത് കാണാം. അതുപോലെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയും ഒരു ദിനം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതിന് അല്ലാത്ത ഒരു പീരീഡ് ഓഫ് ടൈം അള്ളാഹുവിന് മാത്രം അറിയുന്ന, അതിന്റെ ദൈർഘ്യം അറിയുന്ന വിധത്തിലുള്ള ഒരു ദിനം. അപ്പൊ ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നത് യൗമുൽ ഖുലൂദാണ് ഇത് എന്നാണ്. അനന്തമായ അവസാനിക്കാത്ത ഒരു നാള്. അതാണ് നിങ്ങൾ ഇപ്പോ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി അനുഭവിക്കുന്നത്. ദാലിക യൗമുൽ ഖുലൂദ്, അല്ലെങ്കിൽ നിത്യത നൽകുന്ന ദിനമാണത് എന്ന് മനസ്സിലാക്കാൻ വേറൊരു സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ ആ ദിനത്തിലാണ് നിങ്ങൾക്ക് ഖുലൂദ് നൽകപ്പെടുന്നത്. നിങ്ങൾ നിത്യത അനുഭവിക്കുന്നത് ആ നാള് മുതലാണ്. ആ നാള് മുതൽ നിങ്ങൾക്കുള്ളത് ഖുലൂദാണ്, അനന്തമായ ജീവിതമാണ്. ആ നാള് തന്നെയും അനന്തതയുടേതാണ് എന്നും മനസ്സിലാക്കാം. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ലഹും മാ യശാഊന, ലഹും മാ യശാഊന ഫീഹ, അവിടെ അവര് ഉദ്ദേശിക്കുന്നതൊക്കെയുണ്ട്. അവര് എന്തൊക്കെയാണോ അവരുടെ താല്പര്യങ്ങളായിട്ട് അവരുടെ ഉദ്ദേശമായിട്ട് വരുന്നത് അതൊക്കെയും അവർക്ക് അവിടെ ലഭ്യമാണ്. ലഹും മാ യശാഊൻ. വേറൊരിടത്ത് വലഹും മാ യശ്തഹൂൻ, അവർ ആഗ്രഹിക്കുന്നതൊക്കെയും അവർക്ക് അവിടെ ഉണ്ട് എന്ന് പറയുന്നത് കാണാം. വലഹും മാ അവര് ചോദിക്കുന്നതൊക്കെയും അവർക്ക് അവിടെ ലഭ്യമാണ്. അതുപോലെ അവർ ആഗ്രഹിക്കുന്നതൊക്കെയും അവർക്ക് അവിടെ ലഭ്യമാണ് എന്നതും പറയുന്നത് കാണാം. ലഹും മാ യശാഊന ഫീഹ, ആ സ്വർഗത്തിൽ, ആ ജന്നത്തില് അവരെന്തൊക്കെ ഉദ്ദേശിക്കുന്നോ അതൊക്കെയും അവർക്ക് ലഭ്യമാണ്. വലദൈന മസീദ്, ചോദിക്കുന്നത് നമുക്ക് അറിയുന്ന കാര്യമാണല്ലോ, നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന സംഗതിയാണല്ലോ നമ്മൾ അള്ളാഹിനോട് ചോദിക്കുക. എന്നാൽ നമ്മളുടെ സങ്കല്പത്തിനപ്പുറത്തുള്ള പലതും അധികമായിട്ട് കൊടുക്കാൻ നമ്മുടെ പക്കലുണ്ട് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. വലദൈന മസീദ്, നമ്മുടെ അടുക്കല് അധികമായിട്ടുമുണ്ട് എന്നാണ്. നരകത്തെ പരാമർശിച്ചുകൊണ്ടും ഇങ്ങനെ ഒരു പ്രയോഗം നമ്മൾ കണ്ടു, ഹൽമിൻ മസീദ് എന്ന് ചോദിക്കുന്നത്, കൂടുതലായിട്ടുണ്ടോ എന്ന്. അപ്പൊ കൂടുതലായിട്ട് പാപികളെ, കുറ്റവാളികളെ കൊണ്ടുപോയി നരകത്തിലേക്ക് എറിയപ്പെടുകയാണ്. അത് നരകത്തിൽ ഓൾറെഡി എത്തിച്ചേർന്നിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ പ്രയാസം സൃഷ്ടിക്കുന്ന വിധത്തിലുള്ള സിയാദത്താണല്ലോ പുതിയ ആളുകൾ അങ്ങോട്ട് എറിയപ്പെടുന്നത്. അതുപോലെ ഇവിടെ സ്വർഗവാസികളുടെ കാര്യത്തില് ഇതേ പദം ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത് വലദൈന മസീദ്, അവർക്ക് ആനന്ദവും സന്തോഷവും സംതൃപ്തിയും ഒക്കെ വർദ്ധിപ്പിക്കുന്ന വിധത്തിലുള്ള സിയാദത്തായിട്ടും ചിലതൊക്കെ നമ്മുടെ പക്കലുണ്ട് എന്നാണ് അള്ളാഹു പറഞ്ഞു വെക്കുന്നത്. അവയുടെ പേരും വിവരണങ്ങളും ഒന്നും നൽകുന്നില്ല. നമുക്ക് മശീഅത്ത് ചെയ്യാൻ, നമുക്ക് ഉദ്ദേശിക്കാൻ പോലും
കഴിയാത്ത, നമ്മുടെ ഭാവനയിലോ ആലോചനയിലോ പോലും ഇല്ലാത്ത പലതും എന്ന് നമുക്ക് അതിനെക്കുറിച്ച് സാമാന്യമായി മനസ്സിലാക്കി വെക്കാം. ഒന്ന്, അള്ളാഹു അതിനെക്കുറിച്ച് ഒരു വിവരണം ഇവിടെ നൽകിയാൽ പോലും നമുക്കത് മനസ്സിലാവില്ല. കാരണം നമുക്ക് നമ്മളുമായി അസോസിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാവുള്ളൂ. അതല്ലാത്ത 100% സ്ട്രെയിഞ്ച് ആയ ഒരു സംഗതിയെ, നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു സംഗതിയെ മനസ്സിലാക്കാൻ കഴിയില്ല. ഉദാഹരണത്തിന്, ഭൂമുഖത്ത് വൃക്ഷങ്ങളെ ഉണ്ടായിരുന്നില്ല എന്നൊന്ന് സങ്കല്പിച്ചു നോക്കൂ. അപ്പൊ നമ്മളൊരു മരത്തിനെ കുറിച്ച്, ഒരു വൃക്ഷത്തിനെ കുറിച്ച്, വൃക്ഷമേ അറിയാത്ത ഒരു സമൂഹത്തോട് സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് വല്ലതും മനസ്സിലാവും? വൃക്ഷം എന്നൊരു സംഗതി പോലും നമുക്ക് കണ്ടിട്ടില്ല എന്ന് വെക്കുക. ഭൂമുഖത്ത് അങ്ങനെ ഒരു മരം പോലും ഇല്ലാത്തൊരവസ്ഥയിൽ നമുക്ക് അറിയ പോലും ഇല്ല, അങ്ങനെ ഒരു ആശയം പോലും നമുക്കറിയില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഒരു വൃക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കുറെ പറഞ്ഞാൽ കേൾക്കുന്ന ആളുകൾക്ക് അതിനെക്കുറിച്ച് വല്ല ധാരണയുണ്ടാവും? ഒന്നും ഉണ്ടാവില്ല, ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. അതാണ് വസ്തുത. അപ്പോ സ്വർഗത്തില് അവരാവശ്യപ്പെടുന്നതും അവരാഗ്രഹിക്കുന്നതും അവർക്ക് മനസ്സിൽ തോന്നാൻ കഴിയുന്ന, സങ്കല്പിക്കാൻ കഴിയുന്നതും ഒക്കെയും അവർക്ക് ലഭ്യമാണ്. പക്ഷെ അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ചിലതൊക്കെ മസീദായിട്ട് നാം നൽകുന്നുണ്ട് എന്നതാണ് വലദൈന മസീദ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. ലഹും മാ യശാഊന ഫീഹ വലദൈന മസീദ്. നമ്മുടെ അടുക്കൽ അധികമായിട്ടുണ്ട് ചിലതൊക്കെ. ആ അധികമായിട്ടുള്ളത് എന്താണെന്നൊന്നും ഇവിടെ അള്ളാഹു വ്യക്തമാക്കുന്നില്ല. വ്യക്തമാക്കാതെ ഇരിക്കുന്നത് സ്വർഗത്തെക്കുറിച്ച് അങ്ങനെ ഒരു അവ്യക്തത നിലനിൽക്കണം എന്നത് അള്ളാഹു ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ്, ഒന്നാമത്. രണ്ടാമത്തത്, മനുഷ്യന്റെ ഭൂമിയിലെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ചില സംഗതികളെ പരാമർശിച്ചുകൊണ്ടാണ് വ്യക്തതയോടുകൂടി പറയപ്പെട്ട കാര്യങ്ങളൊക്കെയും തന്നെ പറഞ്ഞിട്ടുള്ളത്. സ്വർഗത്തെക്കുറിച്ച് അള്ളാഹു സ്വർഗത്തിന്റെ ആനന്ദദായകമായ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ സംഗതികളൊക്കെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ച് നോക്കിയാൽ അതൊക്കെയും ഏതോ വിധത്തില് ഐഹിക ലോകത്ത് തന്നെ നമുക്ക് പരിചയമുള്ളതാണ് എന്നത് കാണാൻ കഴിയും. ആ പരിചയമുള്ള അനുഭവമല്ല, അതിനോട് സമാനത തോന്നിപ്പിക്കുന്ന പലതും ഇവിടെ നമുക്ക് അനുഭവിക്കാനുണ്ട് എന്നതാണ് വസ്തുത. എന്നാൽ ഇത് നമുക്ക് പരിചയപ്പെടുത്തപ്പെട്ട സംഗതികൾ മാത്രമാണ്. നമുക്ക് പരിചയപ്പെടാൻ അവസരം കിട്ടിയിട്ടില്ലാത്ത അനന്തമായ അസംഖ്യം സംഗതികൾ അള്ളാഹുവിന്റെ അടുക്കലുണ്ട് എന്നാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. വലദൈന മസീദ്, ഏറെയായിട്ട് നമ്മുടെ അടുക്കല് വേറെയും ധാരാളം ഉണ്ട് എന്ന്. അപ്പോ നമുക്ക് പരിചയമുള്ള ആശയങ്ങളോ കോൺസെപ്റ്റോ ഒന്നും അല്ലാത്ത സംഗതികള് അള്ളാഹു പറയാതെ വെച്ചിരിക്കുകയാണ്. സ്വർഗത്തെക്കുറിച്ചുള്ള ചില അവ്യക്തതകളെ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാൻ അവസരം നൽകുന്ന വിധത്തിൽ. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്ത് ഖാഫിലെ 30 മുതൽ 35 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.